I'm Hasna. Welcome to my channel. ഇന്ന് ഞാൻ ഡീൽ ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ തേർഡ് ചാപ്റ്ററാണ്. ദിസ് ഇസ് അബൌട്ട് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു കൊടുക്കും, ഒരു മോഡൽ നമ്മൾ അവർക്ക് ഫിസിക്കലി കാണിച്ചു കൊടുക്കുന്നു, എന്താണിത് സംഭവം എന്നുള്ളത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നതും ഒക്കെ ഒരു ഡെമോ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദെൻ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാനും പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാനും ഒരു തിയറി മനസ്സിലാക്കാനും അതൊക്കെ അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ത്രൂ വിഷ്വൽ എക്സ്പീരിയൻസ്. ഓക്കെ, അവർ കണ്ട് മനസ്സിലാക്കാണ്. നമ്മൾ ജസ്റ്റ് പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല, കണ്ട് മനസ്സിലാക്കാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലാസ് റൂമിൽ നിന്ന് ചെയ്യാം, ലാബിൽ നിന്ന് ചെയ്യാം, വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്യാം, ഫീൽഡിൽ നിന്ന് ചെയ്യാം. ഓക്കെ, ഇത് സിമ്പിൾ ഡെമോ ആയിരിക്കാം, കോംപ്ലക്സ് ഡെമോ ആയിരിക്കാം. അത് നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ അതിൻ്റെ ലെവലിൻ്റെയും അനുസരിച്ചായിരിക്കും. ഓക്കെ, ഒരു വെൽ പ്ലാൻഡ് ഡെമോ എന്ന് പറയുന്നത് അതിൽ നല്ല വിഷ്വൽ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ടാകും. പഠിക്കാൻ അത്ര ഇൻട്രസ്റ്റ് തോന്നുന്ന തരത്തിലുള്ള വിഷ്വൽ, നല്ല കറക്റ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് അത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും, ഡിസ്കഷന് കാരണമാക്കും. ഇതിൽ നമ്മൾ ഡെമോ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തിനാണിത് നമ്മൾ പഠിച്ചത്, എങ്ങനെയാണിത് ചെയ്തത്, എങ്ങനെയൊക്കെയാണിത് സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാളും അവർക്ക് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷനും ഇൻട്രസ്റ്റും ഒക്കെ ലഭിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് കമ്പൈനിങ് oral explanation with the handling operation of equipment or materials. അതായത് ഇതൊരു ഇൻസ്ട്രക്ഷണൽ മെത്തേഡാണ്, നമ്മൾ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഇതിൽ ഓറൽ എക്സ്പ്ലനേഷനും പെടും, നമ്മൾ പഠിപ്പിക്കുന്നതും പെടും, പ്ലസ് നമുക്ക് കാര്യങ്ങൾ ഒരു മെറ്റീരിയൽസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് കാണിച്ചും കൊടുക്കാം. ഈ ഒരു തിയറി it links the theory with the practice and uses students natural tendency to imitate. ഇത് അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂട്ടും. കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുകയാണല്ലോ. സോ it used to clarify concepts, reinforce learning, develop motivation, it shows skills and procedures. അതിൽ ഇതെല്ലാം പെടുന്നു. കൺസെപ്റ്റ് മനസ്സിലാക്കാം, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ റീഇൻഫോഴ്സ് ചെയ്യാം. ഇത് നമുക്ക് കണ്ട് മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് പഠിക്കാൻ വേണ്ടി മോട്ടിവേറ്റഡ് ആവുന്നു. ദെൻ അവർക്ക് ഈ കഴിവുകളും പ്രൊസീജിയേഴ്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണല്ലോ. ഓക്കെ, സോ ഡെമോൺസ്ട്രേഷൻ യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, പർപ്പസസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഇത് ഒരു ലെസൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളത് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ അത് കുട്ടികളെ പഠനത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വെർബൽ എക്സ്പ്ലനേഷൻ, അതായത് നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ വിഷ്വലി കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പിന്നെയും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് പറ്റും. ബെസ്റ്റ് റിട്ടൻഷനും കാരണമാവും. സോ ഇറ്റ് ലിങ്ക് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ലിങ്കായിട്ട് പ്രവർത്തിക്കും. ദെൻ ഇറ്റ് സിങ്ക്രണൈസസ് ക്ലാസ് റൂം ആൻഡ് ലാബ് ലേണിംഗ്. ലാബ് ലേണിങ്ങും ക്ലാസ് റൂം ലേണിങ്ങും ഒരുമിച്ചാക്കും. ഓക്കെ, ദെൻ ഡെവലപ്പ് മാനിപ്പുലേറ്റീവ് സ്കിൽ, ഷോസ് ഹൗ ടു പെർഫോം ടാസ്ക്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഡെമോയിലൂടെ കാണിച്ചു കൊടുക്കുന്നു. ദെൻ ഷോ മെത്തേഡ് ആൻഡ് ടെക്നിക്ക്. ഇതിലൂടെ നമ്മൾ ആ ഒരു ടെക്നിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചും വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ എന്താണോ പഠിച്ചത് അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ദെൻ സോൾവ് പ്രോബ്ലംസ്, ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ത്രൂ ദ ലൈവ് ഒബ്സർവേഷൻ. അവർ ലൈവായിട്ട് നിരീക്ഷിക്കുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അതിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ദെൻ ജനറലൈസ് ഐഡിയാസ് ഫ്രം ഒബ്സർവേഷൻ. നിരീക്ഷിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് ഈ ഒരു ഡെമോയിലൂടെ മനസ്സിലാക്കുന്നു. സോ ഇറ്റ് ഹെൽപ്സ് ഇൻഫർ കൺസെപ്റ്റ്സ് ആൻഡ് സമ്മറൈസ് ഐഡിയാസ്. അതിലൂടെ ഐഡിയാസ് സമ്മറൈസ് ചെയ്യാനും നമുക്ക് പറ്റുന്നു. ദെൻ ടൈപ്സ് ഓഫ് ഡെമോൺസ്ട്രേഷൻ്റെ ടൈപ്സ് ബേസ്ഡ് ഓൺ പർപ്പസ്, അതിൻ്റെ ആവശ്യകതയെ മാനിച്ചിട്ട് നമ്മൾ അതിനെ ടൈപ്പായിട്ട് തിരിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ടൈപ്പ് ഉണ്ട്. ഡിസ്പ്ലേ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് സ്ട്രക്ചർ ഓർ കോമ്പണൻസ്. നമുക്കൊരു സംഭവത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കോമ്പണൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, എക്സാമ്പിൾ ഒരു പാർട്സ് ഓഫ് മോട്ടറൊക്കെ ആണെങ്കിൽ നമുക്കത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാനാണെങ്കിൽ അത് ഡിസ്പ്ലേ ടൈപ്പാണ്. ദെൻ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഓപ്പറേഷണൽ ടൈപ്പാണ്. ദെൻ ഇൻസ്ട്രക്ഷണൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഇൻസ്ട്രക്ഷണൽ ടൈപ്പാണ്. ഒരു പ്രത്യേക സംഭവം നമുക്ക്
ഒരു ടാസ്ക് ചെയ്യാനുണ്ട്. അതൊരു മെഷീൻ്റെ വർക്ക് ചെയ്യുന്നതല്ല, വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഓപ്പറേഷണൽ ആവും. ഇതൊരു ടാസ്ക് ചെയ്യിപ്പിക്കുന്നതിന്, അത് പെർഫോം ചെയ്യിക്കുന്നതിനെ കാണിക്കുന്നത് ഇൻസ്ട്രക്ഷണൽ ടൈപ്പ്. ദെൻ ഇല്ലസ്ട്രേഷൻ ടൈപ്പ്, ഇത് എക്സ്പ്ലെയിൻസ് വൈ സംതിങ് ഹാപ്പൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് കാണിക്കുന്നതാണെങ്കിൽ അത് ഇല്ലസ്ട്രേഷണൽ മെത്തേഡ് ടൈപ്പാണ്. ദെൻ ഇനി ബേസ്ഡ് ഓൺ ലൊക്കേഷൻ നമ്മൾ ടൈപ്സ് ചെയ്യുകയാണെങ്കിൽ, ടൈപ്സ് പറയുകയാണെങ്കിൽ ക്ലാസ് റൂം ബേസ്ഡ് ഉണ്ട്, ലബോറട്ടറി ബേസ്ഡ് ഉണ്ട്, വർക്ക്ഷോപ്പ് ബേസ്ഡ് ഉണ്ട്, ഫീൽഡ് ബേസ്ഡ് ഉണ്ട്. അപ്പോൾ എവിടെ വെച്ചാണോ അത് നടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഈ ഒരു പ്രാക്ടിക്കൽ സ്കിൽസിന് വേണ്ടിയിട്ട് ലാബ്, വർക്ക്ഷോപ്പ് ഓർ ഫീൽഡ് ഈസ് പ്രിഫേർഡ്. പ്രാക്ടിക്കൽ സ്കിൽസിന് എപ്പോഴും ഇങ്ങനെയുള്ള വേറൊരു സ്ഥലം, ക്ലാസ് റൂമിനേക്കാളും വേറൊരു സ്ഥലം പ്രിഫർ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, ഇനി ഡെമോൺസ്ട്രേഷൻ പ്ലാൻ ചെയ്യുന്നതിൽ 6 സ്റ്റേജസ് ഉണ്ട്. ഡിസൈൻ, റിഹേഴ്സൽ, മോട്ടിവേഷൻ, പെർഫോമൻസ്, പ്രാക്ടീസ്, ഫീഡ്ബാക്ക്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഈ പ്ലാനിങ് ഫോർ ഡിസൈനിൽ വരുന്നതാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സും ഔട്ട്കംസും ഒക്കെ ആദ്യം ഡിസൈഡ് ചെയ്യുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈപ്പും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതും എവിടെ വെച്ചാണ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ദെൻ സ്റ്റുഡൻസിൻ്റെ ആദ്യമുള്ള അറിവ് എന്തായിരിക്കും എന്നുള്ളത്, ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിലുള്ള കുട്ടിക്കാണ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ 4 വരെ അവർ പഠിപ്പിച്ചതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അവരുടെ എൻട്രി ലെവൽ മനസ്സിലാക്കണം. ദെൻ ഐഡൻറ്റിഫൈ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കണം. വിഷ്വൽ എയ്ഡ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എന്താണോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ. ദെൻ പ്ലാനിങ് ഫോർ റിഹേഴ്സൽ നടത്താൻ പോവുകയാണ്. സോ വി ഷുഡ് അറേഞ്ച് ആൻഡ് ചെക്ക് എക്യുപ്മെൻറ്റ്, നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് എന്നുള്ളത് ഒക്കെ അറേഞ്ച് ചെയ്യണം, പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിൽ നമുക്ക് എന്തെങ്കിലും ചാർട്ട്സോ ഡയഗ്രാംസോ എയ്ഡ്സോ യൂസ് ചെയ്യാനുണ്ടോയെന്ന് അതുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യണം. ദെൻ അത് ഏതൊക്കെ സീക്വൻസിൽ ഏതൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതെന്ന് വെച്ചാൽ അത് ആദ്യം നമ്മൾ ചെയ്തു നോക്കണം, റിഹേഴ്സൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഫ്ലോപ്പ് ആകാൻ പാടില്ലല്ലോ. ദെൻ പ്ലാനിങ് ഫോർ മോട്ടിവേഷൻ, ഇനി സ്റ്റുഡൻസിനെ നമ്മൾ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യണം. ദെൻ എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ് ആൻഡ് പർപ്പസ്, പോകുന്നതിന് മുമ്പ് തന്നെ അവർ ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ദെൻ ഇൻവോൾവ് സ്റ്റുഡൻസ് ഡ്യൂറിങ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പോകുന്നതിന് മുമ്പ് അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ പ്ലാനിങ് ഫോർ പെർഫോമൻസ്, ഇനി പെർഫോമൻസ് നടക്കുകയാണ്. നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡു നോട്ട് ടോക്ക് ഫേസിങ് ദ ടേബിളിനെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കരുത്. ആസ്ക് ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദ ഡെമോൻ്റെ ഇടയിലൂടെ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇൻട്രാക്ഷനും കൂടി നമ്മൾ ഉറപ്പുവരുത്തുക. ദെൻ പ്ലാനിങ് ഫോർ പ്രാക്ടീസ്, ഇനി ലെറ്റ് സ്റ്റുഡൻസ് പ്രാക്ടീസ് ആഫ്റ്റർ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അവരെ കൊണ്ടും ചെയ്യിക്കാൻ വേണ്ടി അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ദെൻ സൂപ്പർവൈസ് ആൻഡ് കറക്റ്റ് മിസ്റ്റേക്സ്, ഇനി അത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചുറ്റും നടന്ന് കാണാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ ഒക്കെ ഒന്ന് നോക്കി നിൽക്കുക. ദെൻ ഇവാലുവേറ്റ് സ്റ്റുഡൻസ് പെർഫോമൻസ്, അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കുക. പ്ലാനിങ് ഫോർ ഫീഡ്ബാക്ക്, ടേക്ക് ഫീഡ്ബാക്ക് ഫ്രം ദ കൊളീഗ്സ്, ഒബ്സർവ് അതേഴ്സ് ഡെമോൺസ്ട്രേഷൻസ് ആൻഡ് ഇംപ്രൂവ് യുവർ ഓൺ. കൊളീഗ്സിൻ്റെ ഫീഡ്ബാക്കും കൂടി അതിൻ്റെ ചെക്ക് ചെയ്യുക. എന്നിട്ട് അവർ ചെയ്യുന്ന വേറൊരു രീതി ഉണ്ടാവും, അതും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളുടേത് മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ ഡെമോൺസ്ട്രേഷൻ ഫോർ ഡെവലപ്പിംഗ് മാനിപ്പുലേറ്റീവ് സ്കിൽ. ഈ ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റീൻ്റെ മെൻ്റൽ ഓർ ഫിസിക്കൽ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു മെൻ്റൽ ഫിസിക്കൽ ആക്ടിവിറ്റീനെയാണ് നമ്മുടെ സ്കിൽ എന്ന് പറയാം. ഒരു ഡെമോൺസ്ട്രേഷനിൽ 2 പാർട്ടുകളുണ്ട്. ഒന്ന്, നമ്മൾ ആ പാർട്ട് ചെയ്യുന്നു. 2, അതിനെ നമ്മൾ അവരോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു എക്സ്പ്ലനേഷനിൽ നമ്മൾ എന്തൊക്കെ പറയണം, ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ്, നമ്മൾ എന്തൊക്കെ അതിൽ യൂസ് ചെയ്തു എന്നുള്ളത്, ലോജിക്കൽ സ്റ്റെപ്സ് ഓഫ് സ്കിൽ, നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ആ ഒരു സ്റ്റെപ്സ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ദെൻ കീ ടെക്നിക്സ് ആൻഡ് ക്യൂ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെയാണ് നമ്മളതിൽ യൂസ് ചെയ്തത് എന്നുള്ളത്. ദെൻ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ അത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എററില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക. ദെൻ സ്റ്റെപ്സ് ഫോർ ഡെവലപ്പിംഗ് സ്കിൽസ്, അങ്ങനെയുള്ള ഡെമോൺസ്ട്രേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് ടീച്ചർ വേണം ഡെമോ കാണിച്ചു കൊടുക്കാൻ. ദെൻ എക്സ്പ്ലെയിൻ കീ പോയിന്റ്സ് ആൻഡ് റീസൺസ്, അവർക്ക് റീസൺസും കീ പോയിന്റ്സും ഒക്കെ പറഞ്ഞു കൊടുക്കുക. വേണമെങ്കിൽ ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക, ഡെമോൺസ്ട്രേഷൻ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. സ്റ്റുഡൻസിനെ സിമ്പിൾ പാർട്സൊക്കെ അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. സ്റ്റുഡൻറ്റ് പെർഫോംസ് ഫുൾ ടാസ്ക് വിത്ത് സൂപ്പർവിഷൻ, അതായത് കുട്ടികൾ
ഫുൾ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗൈഡൻസും കൂടി നമ്മൾ കൊടുക്കുക. ദെൻ ഫ്രീ പ്രാക്ടീസ് വിത്ത് ഫീഡ്ബാക്ക്. ദെൻ ഇൻഡിപെൻഡൻറ്റ് പെർഫോമൻസ്, അവർ ഒറ്റയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ഇനി നമ്മൾ റോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് തടയണം. അതായത് അങ്ങനെ അവർ ചെയ്ത് പഠിച്ചാൽ പിന്നെ അത് മാറ്റാൻ നമുക്ക് അത്ര എളുപ്പമായിരിക്കില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫ്രം സ്റ്റെപ്സ് ഫോർ ഡെവലപ്പിംഗ് സ്കിൽ. ദെൻ പോയിന്റ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് ബിഫോർ ഡെമോൺസ്ട്രേഷന് മുമ്പ് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇതിൽ നമ്മൾ ഡിഫിക്കൽട്ട് സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും നമ്മുടെ ഡെമോയിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആദ്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ട ആവശ്യമുള്ള മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുക. നന്നായിട്ട് നമ്മൾ റിഹേഴ്സൽ നടത്തുക. പറ്റുന്നതും നമ്മുടെ ഡെമോ ഷോർട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. വലിയ ഈ ഡെമോ ഒക്കെ കാണിക്കുമ്പോൾ കുട്ടികൾക്കും കൂടി അത് ചെയ്യാൻ വേണ്ടിയിട്ട് പേടി തോന്നും. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ പറ്റുന്നതും ഒഴിവാക്കുക. എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വലിയ ഒബ്ജക്റ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ അവോയ്ഡ് ഗ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തീ പടരാനുള്ള സാധ്യത ഒക്കെ ഒഴിവാക്കുക. അതായത് ഈ ഗ്ലെയർ പറഞ്ഞാൽ അധികം പറയാം നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാന്തി എന്നൊക്കെയാണ് പറയുക. അതായത് അങ്ങനെയുള്ള ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. മേ ബി ഇവിടെ ഉദ്ദേശിക്കുന്നത് തീ പടരാനുള്ളതോ അല്ലെങ്കിൽ അത്രയ്ക്കും തീക്ഷ്ണതയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും. ദെൻ ഹോൾഡ് മെറ്റീരിയൽസ് അറ്റ് വിസിബിൾ ഹൈറ്റ്, കാണുന്ന ഉയരത്തിൽ അത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ സ്റ്റാൻഡ് അസൈഡ് ഫ്രം ദ ബോർഡ് ഓർ മോഡൽ, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സംഭവത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുക അവർക്ക് കാണാൻ വേണ്ടിയിട്ട്. ദെൻ ചാർട്ട്സും ഡയഗ്രാംസും സ്ലൈഡ്സും ഒക്കെ യൂസ് ചെയ്യുക. ദെൻ സ്റ്റുഡൻസ് ഷുഡ് വ്യൂ ദ ഡെമോ ഫ്രം ദെയർ വർക്കിംഗ് ആംഗിൾ, അവരിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, ദെൻ ഡെമോയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കോഗ്നിറ്റീവ് ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻസ് വളരാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ സൈക്കോമോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽസിൻ്റെ ഡൊമൈന്. ഓക്കെ, ഇറ്റ് എൻകറേജസ് ഡിസ്കവറി ആൻഡ് ക്യൂരിയോസിറ്റി, നമുക്കത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് കാണിച്ചു തരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാര്യം മനസ്സിലാക്കും. അത് നമ്മുടെ ഒരു ടെൻഡൻസി ഓഫ് ഡിസ്കവറി, ക്യൂരിയോസിറ്റി ഒക്കെ ഉണർത്തും. ദെൻ മേക്സ് ലേണിംഗ് ഫാസ്റ്റർ ആൻഡ് ക്ലിയർ ആയിട്ടും ഫാസ്റ്റായിട്ടും നമുക്ക് അത് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അറ്റൻഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. ദെൻ ട്രയൽ ആൻഡ് എറർ ഒഴിവാക്കും. ദെൻ ഹസാർഡ്സും ആക്സിഡൻസും ഒക്കെ കുറയ്ക്കും. ദെൻ പെർമനൻറ്റ് ലേണിങ്ങിനെ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യും. ഒരു കാര്യം കണ്ടുപിടിക്കുകയാണല്ലോ, സോ അതൊരു പെർമനൻറ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിലുണ്ടാവും. ദെൻ എൻകറേജസ് ക്വസ്റ്റ്യനിങ്, അവർക്ക് അതിൻ്റെ ഇടയിൽ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, ഓരോ ഡൗട്ട് ഉണ്ടാവും, അത് അവർക്ക് ചോദിക്കാൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് അങ്ങനെയല്ലല്ലോ എന്ന് അവർക്ക് ചിലപ്പം സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ കാണുന്ന സമയത്ത് അവർക്കത് ചോദിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതെന്താ അങ്ങനെയെന്നുള്ളത്. ദെൻ ടീച്ചേഴ്സ് കറക്റ്റ് ഹാൻഡ്ലിങ് ഓഫ് ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ദെൻ ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഇത് വലിയ ക്രൗഡഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിരിക്കില്ല. കാരണം വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ദെൻ ഒരുപാട് ടൈമും എഫേർട്ടും ഒക്കെ ആവശ്യമാണ്. ദെൻ നോ ഡയറക്റ്റ് ലേണിംഗ് ബൈ ഡൂയിങ് ഇനീഷ്യലി, തുടക്കത്തിൽ നമുക്ക് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ഒരു സംഭവം കിട്ടില്ല. ദെൻ നീഡ്സ് കോസ്റ്റ്ലി എക്യുപ്മെൻറ്റ് ഐറ്റംസ്, നല്ല കോസ്റ്റ്ലി ആയിരിക്കും നമ്മൾ ഡെമോ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. ദെൻ ടൈം കൺസ്യൂമിങ് ആണ്. എല്ലാ ടോപ്പിക്സിനും അത് സ്യൂട്ടബിൾ ആവണം എന്നില്ല. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അത് കാണാനും കേൾക്കാനും പറ്റിയെന്ന് വരില്ല. ചുരുക്കി പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ ക്യാൻ ബി പാർട്ട് ഓർ ഹോൾ ഓഫ് എ ലെസൺ. ഒരു ലെസണിൽ ചിലപ്പം എല്ലാ കാര്യങ്ങളും ഡെമോ കാണിച്ചു കൊടുക്കേണ്ട സംഗതിയായിരിക്കും, ചിലപ്പോൾ കുറച്ച് പാർട്ടേ കാണിക്കാനുണ്ടാവുള്ളൂ. വിഷ്വൽ ക്ലാരിറ്റി, പ്രോപ്പർ സീക്വൻസ് ഓഫ് ആക്ഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ആർ എസെൻഷ്യൽ. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സംഭവം എന്ത് ചെയ്യാം, നന്നായിട്ട് വിഷ്വലി ക്ലാരിറ്റി ഉണ്ടാവണം, പ്രോപ്പർ സീക്വൻസ് ഉണ്ടാവണം. പ്രോപ്പർ സീക്വൻസിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അത് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റണം. അത് ഇതിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡെമോ കാണിക്കുകയാണെങ്കിൽ അത് ഈ ഒരു 3 കാര്യങ്ങളും നടക്കുക തന്നെ വേണം. ഓക്കെ, വെരി യൂസ്ഫുൾ എസ്പെഷ്യലി ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് സ്കിൽ ബേസ്ഡ് സബ്ജക്റ്റ്. നമുക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള, പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിനൊരു ആർട്ടാണെന്നും ഒരു ക്രാഫ്റ്റ് ആണെന്നും പറയാം. ടീച്ചിങ്ങിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ആർട്ട് ഓർ എ ക്രാഫ്റ്റ്. ഓക്കെ, so thank you. These are the important points discussed in this chapter. If you found this content helpful, please consider liking and subscribing to the channel, and the file is available through the
Telegram link which is shared in comment section. Okay, thank you.